ഗൈസ്, കാട്ടിനുള്ളിലെ ഒരു ഹോട്ട് സ്പ്രിംഗ് നാച്ചുറൽ കാൽഷ്യം കാർബണേറ്റ് നിറഞ്ഞ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഈ വരുന്ന വെള്ളം കണ്ടോ? ഇത് ചൂടുവെള്ളം, ഹോട്ട് സ്പ്രിംഗ് വാട്ടർ. ഇവിടുത്തെ വെള്ളം കണ്ടോ? ഇത് തണുത്ത വെള്ളം. യെസ്, അങ്ങനെ ക്രാബിയിലെ എമറാൾഡ് പൂളിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതെന്തുവായിരുന്നു? അത് ചുമ്മാ. ക്രാബിയിൽ വന്നു കഴിഞ്ഞാൽ ബീച്ച് മാത്രമല്ല കാണാനുള്ളത്, ഇവിടെ വേറെ അടിപൊളി വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഹോട്ട് സ്പ്രിങ്സും അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാത്ത ആരും എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകാൻ വേണ്ടി പോവാണ്. ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ഇന്ന് ക്രാബിയിലെ ദ മോസ്റ്റ് ലക്ഷൂറിയസ്റ്റ് റെൻ്റേ കാറാണ് നമ്മൾ ഇന്ന് റെൻ്റ് എടുത്തിരിക്കുന്നത്. ഇതാണ് ക്രാബിയിലെ ദ മോസ്റ്റ് ലക്ഷൂറിയസ്റ്റ് റെൻ്റേ കാർ. അടിപൊളിയാണല്ലോ, ഇത് ശരിയാണല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൽ സ്ക്രാച്ച് മാത്രമേ ഉള്ളല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. സ്ക്രാച്ച് മാത്രമുള്ള ഒരു റെൻ്റേ കാറാണ്. 900 ഭാഗത്താണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഒരു ദിവസത്തേക്ക് റെൻ്റ് വന്നിരിക്കുന്നത്. അത് ലാഭമാണ്, കാരണം ടാക്സി വിളിച്ച് നമുക്കിന്ന് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ ആവും. 12,500 ഭാഗത്താവും. ഇല്ലേ പിന്നെ നമുക്ക് 2 വീലർ ഓടിച്ച് പോകണം. ഞങ്ങൾക്ക് പോകേണ്ട ഫസ്റ്റ് സ്ഥലം ഇവിടെ നിന്ന് ഒരു 60-65 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 130 കിലോമീറ്റർ 2 വീലർ ഓടിക്കാനായിട്ട് നമ്മളിപ്പോൾ തന്തവൈ ആയതുകൊണ്ട് നടപടിയാവൂല. അങ്ങനല്ലേ പറഞ്ഞേ? ചെറുപ്പത്തിലായിരുന്നേ പോവായിരുന്നു. ഞാൻ എന്തോരം 2 വീലർ ഓടിച്ച് കാണുന്ന മനുഷ്യനാ. അങ്ങനെ ഇവിടെ ഒരു അപകടം, 2 അപകടം അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഐ സ്റ്റോപ്ഡ്. സോ അങ്ങനെ നമ്മൾ തായ്ലൻഡിൻ്റെ ഗ്രാമങ്ങളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ ജനതാമസമുള്ള സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി റോഡാണ് എല്ലാ സ്ഥലത്തും. പ്രത്യേകിച്ച് ടൂറിസം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ റോഡ് കണക്ടിവിറ്റി, പിന്നെ റെയിൽ കണക്ടിവിറ്റി ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യ പോലെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല, അത്രയൊന്നുമില്ല. പക്ഷേ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ബെസ്റ്റാണ്. ഇവിടെ എല്ലായിടത്തും എയർപോർട്ട്സ് ഉണ്ട്. ചീപ്പായിട്ട് ഫ്ലൈറ്റ് കിട്ടും എല്ലായിടത്തും പോകാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ഇന്ത്യയിലെക്കാട്ടി ചീപ്പാണ് ഫ്ലൈറ്റ്സ് ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഒരു 66 കിലോമീറ്റർ വി ഹാവ് ടു ഡ്രൈവ് ടു എമറാൾഡ് പൂൾ. എനിക്ക് വിശക്കുന്നത്, ഞാൻ മമ്മ വാങ്ങിച്ചിട്ട് തരട്ടെ. ഇത് രാവിലെ അത് കഴിച്ചില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് എനിക്ക് കുറെ പണി ഉണ്ടായിരുന്നു. ഞാൻ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴെ ചായയും കാപ്പിയും കുടിച്ചിട്ട് വന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 2 മുട്ട, പിന്നെ മറ്റേ ചില്ലി ഫിഷ് സോസും വെച്ചിട്ടുണ്ട് അത്. 2 മുട്ട. ഈ 2 മുട്ട കഴിച്ചാൽ ആക്ച്വലി ഉച്ചവരെ നിൽക്കും. നമ്മളിവിടെ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സദേൺ തായ്ലൻഡ് ഭാഗത്തോട് നമ്മൾ യാത്ര ചെയ്യുമ്പം ഇവിടുത്തെ മലകൾ നമ്മൾ കാണുന്നത് ഭയങ്കര പ്രത്യേകതയുള്ള മലകളാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന പോലത്തെ മലകളല്ല. കൂടുതലും ലൈം സ്റ്റോൺ കേവുകൾ പോലത്തെ ഭംഗിയുള്ള കുറച്ച് മലകളാണ്. ഇതിനകത്തൊക്കെ മിക്കതും ഗുഹകളുണ്ടാവും. ഈ ഗുഹയ്ക്കകത്തൊക്കെ ബുദ്ധ ക്ഷേത്രങ്ങളും ഉണ്ടാവും. ബുദ്ധിസ്റ്റ് വലിയ മിക്കതും അങ്ങനെയുള്ള ഗുഹകളിൽ മൊത്തം ഈ ശയനം, അതായത് സ്ലീപ്പിംഗ് പൊസിഷനിലുള്ള സ്ലീപ്പിംഗ് ബുദ്ധ ടെമ്പിൾസ് ആയിരിക്കും കൂടുതലും കാണാൻ സാധിക്കുക. ഇതാണ് പുഴുങ്ങിയ മുട്ട. നമ്മുടെ തായ്ലൻഡിലെ 7-Eleven കിട്ടും. ഇതിങ്ങനെ പൊട്ടിക്കുക, എടുക്കുക, കഴിക്കുക. സിമ്പിൾ. വണ്ടിക്കകത്ത് വെച്ചിട്ട് പുഴുങ്ങി കിട്ടും. ഗൈസ്, ഒരു അബദ്ധം പറ്റിയ ഗൈസ്. എല്ലായിടത്തും 7-Eleven കയറി മുട്ട വാങ്ങിച്ചാണേ. മുട്ട വാങ്ങിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പുഴുങ്ങാത്ത മുട്ടയാണെന്ന്. അതായത് ഹാഫ് ബോയിൽഡ് എന്നും പറയാൻ പറ്റത്തില്ല, ഹാഫ് പോലും ആവാത്ത മുട്ടയാണ്. അത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പുഴുങ്ങിയ മുട്ട കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ തായ് ഭാഷയിൽ എഴുതിയിരുന്നു. ഞാനിത് ഫുൾ കോൺഫിഡൻസിൽ ഇത് പുഴുങ്ങിയ മുട്ടയാണെന്ന് എഴുതി വാങ്ങിച്ചു. പക്ഷേ ഇത് പുഴുങ്ങിയ മുട്ട ആയിരുന്നില്ല. തിരിച്ചു കൊടുക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ, അപ്പോൾ ഇത് നമുക്ക് കളയാം. കാരണം ഇത് കഴിക്കാൻ പറ്റില്ല, നോട്ട് യൂസബിൾ. എന്നിട്ട് വിൽ ബൈ സംതിങ് എൽസ്. ഗൈസ്, നമ്മൾ അകത്ത് കയറിയിട്ടേ സാധനം വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറയുക 200 ഭാഗത്തിൻ്റെ മിനിമം ബില്ലിങ് ഇല്ലെങ്കിൽ കാർഡ് എടുക്കില്ല എന്ന്. അപ്പോൾ പിന്നെ എന്താ ക്യാഷ് കൊടുക്കാമല്ലോ എന്ന് ഇരുന്ന് പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ പൈസ ഒക്കെ തീർന്നു. പൈസ ഒന്നുമില്ല, 2 പേരുടെ കയ്യിൽ ക്യാഷ് എല്ലാം തീർന്നു. ഇനി നമുക്ക് അടുത്ത ATM പോയി പൈസ എടുത്തിട്ട് നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. അല്ല ബ്രോ, ഇന്ന് ഫുള്ള് വള്ളിയാണല്ലോ. എന്നാ പ്രശ്നം? എന്തൊക്കെയൊക്കെ ഇന്ന് മൊത്തം വള്ളിയാണ്. അതേ നമ്മൾ എയർപോർട്ടിൻ്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്, കുഞ്ഞ് എയർപോർട്ടാണ് ഈ കാണുന്നത്. ചെറിയ എയർപോർട്ടാണ്, ഭയങ്കര ക്യൂട്ട് എയർപോർട്ടാണ്. അങ്ങനെ നാളെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. നാളെ വൈകിട്ട് 5 മണിക്ക് ടോണി ചായൻ തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകും. ഞാൻ നാളെ വൈകിട്ട് 5 മണിക്ക് ഇവിടെ നിന്ന് ബാങ്കോക്കിലേക്ക് പോകും. അപ്പോൾ ബാങ്കോക്കിലേക്ക് ഞാൻ പോകുമ്പോഴത്തേക്കിനും എന്നെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്നും എൻ്റെ ഒരു മാന്യ സുഹൃത്ത് അവിടേക്ക് നാളെ രാത്രിയിൽ വരുന്നുണ്ട്. എന്നെ ഒറ്റയ്ക്ക് കറങ്ങാൻ ഒരുത്തനും വിടൂല. ഒന്നുകിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരുത്തൻ, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വേറൊരാള്. ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ ഒരുത്തരും എന്നെ വിടത്തില്ല. വരണ്ടെന്ന് പറഞ്ഞാലും എല്ലാരും കൂടെ വരും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഇവിടെ അപേക്ഷിച്ചിട്ട് വരാമോ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അതെ, ഇനി അങ്ങനെ പറഞ്ഞു. ഇനി അങ്ങനെ പറ. അയ്യോ,
അതാരായിരിക്കും എന്നറിയോ? നിങ്ങൾ ഗസ് ആരായിരിക്കും ചോദിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പും പിന്നെ 7-Eleven-ഉം ATM-ഉം എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. സോ ഹിയർ വി ഹാവ് ATM ആൻഡ് വി ക്യാൻ ടേക്ക് മണി ആൻഡ് വി ക്യാൻ യൂട്ടിലൈസ്. ഇവിടൊക്കെ ഒരു ലോട്ടറിയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ലോട്ടറി. ഇത് കഴിച്ചു നോക്ക്, സാധനം പൊളിയായിരിക്കും. ഞങ്ങൾ ഈ സാധനം ഉണ്ടല്ലോ, ഇത് സ്പൈസി ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ KFC-യിൽ കിട്ടും. പൊളി സാധനമാണ്. ഇഷ്ടപ്പെട്ടോ? ആ ഒരു പൊടി മസാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല. പൊടിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇന്ത്യയിൽ പോലും ഈ ടേസ്റ്റിൽ ഞാൻ സാധനം കഴിച്ചിട്ടില്ല KFC-യിൽ നിന്ന്. അടിപൊളിയാണ്. നമ്മളിപ്പോൾ തായ്ലൻഡിൻ്റെ ഗ്രാമ വഴികളിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരു ഹൈവേയിൽ നിന്നും നമ്മൾ ഡൈവേഷൻ എടുത്തിട്ട് ഗ്രാമങ്ങളിലൂടെ പോവുകയാണ്. നമ്മൾ എമറാൾഡ് പൂളിലേക്ക് ഇനിയിപ്പോൾ ഒരു 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് ഈ ഭാഗത്ത് ധാരാളം ഹോട്ട് സ്പ്രിങ്ങുകളും വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഇപ്പം നമുക്കിപ്പം നാച്ചുറൽ വാട്ടർഫോൾ ആയിട്ടുള്ള മഴ ഇങ്ങനെ പെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് എങ്ങനെ ഹോട്ട് സ്പ്രിങ് ചൂടുള്ളല്ലേ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എമറാൾഡ് ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കിലോമീറ്ററുകളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മറ്റേ പാം ഓയിൽ ഉണ്ടാക്കുന്ന മറ്റേ പാം ട്രീസ് ഇല്ലേ, അതിൻ്റെ മരങ്ങളാണ് ഇവിടെ മൊത്തം കാണാൻ സാധിക്കുന്നത്. തായ്ലൻഡിൻ്റെ ഈ ഭാഗത്തും ഇനി അങ്ങോട്ട് മലേഷ്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇതിൻ്റെ കൃഷിയുടെ അതിപ്രസരം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന പാം ഓയിൽ പ്രൊഡക്ഷനാണ്. ഞങ്ങളങ്ങനെ ആ എമറാൾഡ് പൂളിൻ്റെ അവിടെ എത്തി. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് നടക്കണം. അപ്പോൾ നടന്നു പോയാൽ മാത്രമേ നമ്മൾ പൂളിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ചെറിയ കടകൾ കണ്ടില്ല എനിക്ക്. അവിടെ ഉപ്പേരിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നു, മറ്റേ ചെറിയ കാ വറുത്ത് വെച്ചിരിക്കുന്നു, ഹായ്, പിന്നെ ഉപ്പിലിട്ട എന്തോ സാധനങ്ങൾ, പിന്നെ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ എന്തോ അല്ല ചിക്കനാണോ അത്, അതുപോലെ തന്നെ മറ്റേ കിഴങ്ങും പിന്നെ ചിക്കനും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു ചെറിയ നാടൻ സെറ്റപ്പ് കട. നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രാമമാണ്, ടിപ്പിക്കലൊരു ഗ്രാമമാണ്. ടൂറിസ്റ്റുകൾ വരുന്ന മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. തായ്ലൻഡിൻ്റെ ഏത് മുക്കിന് മൂലയ്ക്കും പോയാലും ഇപ്പോൾ ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എന്തുകൊണ്ടത് ഇത് ഇന്ത്യക്കാർ അതിന് മാത്രം വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതെന്തുവാ, ഇതൊക്കെ കൊണ്ട് എവിടെ കൊണ്ട് കളിക്കാനാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസും മറ്റ് പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ വി മേ ഹാവ് ടു പേ. ബാക്ക് ആൽക്കഹോൾ നോട്ട് അലൗഡ്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നോട്ട് അലൗഡ്, പിന്നെ സോപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെയാണ്. 400 ബാത്തോ? പക്ഷെ എൻ്റെ അമ്മയെ ശരിയാ, 400 ബാത്ത്. അപ്പോൾ വേറെ സ്ഥലത്ത് പോകാനായിരിക്കും അതിന് മുകളിൽ. ഹൗ മച്ച് 400? അത് കൊല്ലണ റേറ്റ് അല്ലേ? നമ്മൾ 2 പേര് 800. അപ്പോൾ ഞാൻ ചോദിക്കുന്നതേ, നമ്മൾ വണ്ടിക്ക് ഒരു ദിവസത്തേക്കാകെ 900 കൊടുത്തിട്ടുള്ളൂ. ടു വണ്ടിക്ക് ഒരു ദിവസത്തേക്കാകെ 900 കൊടുത്തിട്ടുള്ളൂ. 400 ബാത്ത് എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 1000 രൂപയായി. താങ്ക് യു. അല്ലേ, എനിക്കറിയത്തില്ല, 1000 രൂപ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചേമ്പലയും പിന്നെ വെള്ളച്ചാട്ടമല്ല, നമ്മൾ ഈ വെള്ളം ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ സ്വിം ചെയ്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നടക്കണം എന്നാലേ അവിടേക്ക് എത്തുള്ളൂ. ഇത് ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് സ്പ്രിങ്ങുകളുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്ങും പിന്നെ ഗ്രൗണ്ട് വാട്ടറും കൂടെ മിക്സായി വരുന്ന കുറേ മിനറൽസ് ധാരാളമുള്ള ഒരു പോണ്ടാണ് ബേസിക്കലി ഇവിടെ ഉള്ളത് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വെള്ളമാണ്. നമ്മൾ മേഘാലയയിലും പിന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ടു എമറാൾഡ് പൂൾ. അത് എമറാൾഡ് പൂൾ 800 മീറ്റർ, ഇത് എമറാൾഡ് പൂൾ 1000 മീറ്റർ. 800 മീറ്റർ എടുത്താലോ? നമുക്ക് തിരിച്ചു വരുമ്പോൾ 800 മീറ്റർ വന്നാലോ? അല്ല, ഇതെനിക്ക് തോന്നുന്നു ഇത് ചുറ്റിക്കറങ്ങി വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എന്താണ് ബേസിക്കലി ഈ ബ്ലൂ പൂള് എന്താണ് ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ബേസിക്കലി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 2 വഴിയുണ്ട്. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെന്നിട്ട് ക്രിസ്റ്റൽ പൂളിൽ പോയിട്ട് തിരിച്ച് വേണം ഈ വഴി വരെ. ഇത് വണ്ടി പോകുന്ന വഴി എന്തോ ആണ്. അങ്ങനെ നമ്മൾ 1000 മീറ്ററുള്ള, അതായത് 1 കിലോമീറ്ററുള്ള ആ ഒരു വഴി നടക്കാനായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ നല്ലൊരു വാക്കിംഗ് ഷൂസ് ഉണ്ടെങ്കിൽ റെക്കമെൻഡഡ് ആണ്. ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ട് നടക്കുക. കാരണം നമ്മൾ വെള്ളച്ചാട്ടത്തിനവിടെ പോകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ചെരുപ്പിടേണ്ട ആവശ്യം വരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്. അപ്പോൾ ഒരു വാക്കിംഗ് ഷൂസ് ഉണ്ടെങ്കിൽ
അത് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വരും. ഇതുപോലെയുള്ള ഇതെല്ലായിടത്തും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ താഴെ വരെ കാണാൻ പറ്റുന്ന രീതിയിൽ അത്ര ക്ലിയർ ആയിട്ടാണ് ഇവിടെ ഈ ഭാഗത്ത് മൊത്തം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി അല്ലേ, ഒരു ചെറിയ കാട്ടിനുള്ളിലെ ഒരു ഹോട്ട് സ്പ്രിങ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു സംഭവം. അത് ടൂറിസ്റ്റ് സ്പോട്ടാക്കി വരുന്ന ആൾക്കാരെ 1000 രൂപയും വെച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കി എന്താ സംഭവം എന്ന്. ഇത് ഇവർ ടൂറിസ്റ്റുകളെ എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇവരുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതോ ഒരു അതിനിബിഡമായിട്ടുള്ള ഒരു ഡെൻസ് ഫോറസ്റ്റിലൂടെ നടന്നു പോകുന്നൊരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഓ വാവ്, കൊള്ളാലോ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും താഴെയൊക്കെ ഒരുമാതിരി പച്ച കളറിലെ പായലൊക്കെ പിടിച്ച് കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലം. ഈ വെള്ളം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ എമറാൾഡ് പൂളിൽ നിന്നും വാട്ടർ ഫ്ലോ ആയിട്ട് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്ന സംഭവമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നു. ഇനിയൊരു 1/2 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട്. ഭയങ്കര കാട്ടിലൂടെ നടക്കുന്നതായതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നും നേരെ അടിക്കാത്തതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് വിശാലമായിട്ട് നടക്കാം. ബ്രോ ഇതെന്തുവാ വീണ്ടും, ഇതെന്താ സംഭവം? എമറാൾഡ് പൂള് 160 മീറ്റർ 100 മീറ്റർ ഇനിയും കറങ്ങി തിരിഞ്ഞ് പോകണോ? 2 വഴി പോകാമെന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഈ വഴി പോകാം അല്ലേ? ആ വഴി എന്താ, ആ വഴി ഈ വഴിയെല്ലാം സെയിം തന്നെയാണ്. അതായത് എമറാൾഡ് പൂളിൻ്റെ തായ് പേരാണ് സ്രാക്കെയിൻ എന്ന് പറയുന്നത്. ഹായ്, സ്രാക്കെയിൻ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ വെയിലായി കഴിച്ചു. ഇത്ര നേരം നമുക്ക് വെയിലില്ലായിരുന്നു. നമ്മൾ ഡൈവേർഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്കിപ്പോൾ വെയിലത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. ബേസിക്കലി ഇതൊരു ഫോറസ്റ്റാണ്. ഇതെന്താണ് വീണ്ടും ഒരു 4 കവലിലെത്തി കേസ്. നമ്മളിതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇനി എമറാൾഡ് പൂളുണ്ട്, ബ്ലൂ പൂളുണ്ട്, അങ്ങനെ 2-3 പൂളുകളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇതൊക്കെ മറ്റേ നമുക്ക് ഇറങ്ങാവുന്ന പൂളുകളാണ് ഇനി വരുന്നത്. ഇത് രസമല്ലേ കാണാനായിട്ട്. കാട്ടിനകത്ത് ഇതുപോലെ പല കളറിലുള്ള പല ടൈപ്പ് പൂളുകൾ ഉള്ള ഒരു സ്ഥലം. അതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ആളുകളൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു മെയിൻ ഏരിയയിലേക്ക് പോയി കഴിയുമ്പോൾ കാണാം നമുക്ക് അവിടുത്തെ ശരിക്കുള്ള തിരക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ദിസ് ഈസ് റിയലി നൈസ് അല്ലേ. നമ്മളിപ്പോൾ കണ്ട സാധനമാണ് ക്രിസ്റ്റൽ പൂള്. ഈ കാണുന്ന ക്രിസ്റ്റൽ പൂൾ എന്ന് പറയുന്നത് ശരിക്കും എമറാൾഡ് പൂളിൽ നിന്നുള്ള വെള്ളം വരുന്ന മറ്റൊരു പൂളാണ്. 35 മീറ്റർ 45 മീറ്റർ നീളവും വീതിയുള്ള ഏകദേശം 1 മുതൽ 3 മീറ്റർ വരെ ആഴം ഉണ്ടെന്ന് ആ പൂളിന്. കണ്ടാൽ പറയുമോ? കണ്ടാൽ പറയോ 1 മുതൽ 3 മീറ്റർ വരെ ആഴമുണ്ടെന്ന്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, ഡീപ്പുണ്ട്. ദ ബോട്ടം ഓഫ് ദ പൂൾ ഈസ് ലിറ്റേർഡ് വിത്ത് മഡ് ആൻഡ് ഡെബ്രിസ്. അങ്ങനെ ഞങ്ങൾ കഴിച്ച KFC ചിക്കനൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഞങ്ങൾ ബേൺ ചെയ്തു. ഞങ്ങളിവിടെ കാലറി ബേൺ ചെയ്യുന്നതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നടന്ന് ബേൺ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പൂളിൽ കിടന്ന് തിരിച്ച് നടന്ന് അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കിന് 2 കിലോമീറ്റർ നടന്ന് വീണ്ടും കാലറി ബേൺ ചെയ്യും. കണ്ടോ, നല്ല കിടുന്ന സ്ഥലം കേട്ടോ. ഇത് എന്തോരം ക്ലാരിറ്റിയാണെന്ന്. ഈ ട്രാൻസ്പെറൻറ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ നോക്കി, അതിൻ്റെ താഴെ എന്തൊക്കെയോ സംഭവമാണ്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു പരിപാടി. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരാനായിട്ടേ. ഇങ്ങനെ നമ്മൾ എമറാൾഡ് പൂളിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എമറാൾഡ് പൂൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. ഇത്ര നേരം നമ്മൾ വന്ന വഴിയിൽ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നപ്പോഴാണ് നമുക്ക് ആൾക്കാരെ കാണുന്നത്. ബ്രോ ഇവിടെ വഴുക്കൽ, ഇതിലൂടെ നടന്നപ്പോൾ ഇവിടെ കാല് വഴുക്കൽ. ഇവിടെ ലോക്കേഴ്സ് അവൈലബിൾ ഫോർ റെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ആദ്യം അവിടെ പോയി നോക്കാം. ഇവിടെ സ്ലിപ്പറി ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ബേസിക്കലി ഈ ലൈം സ്റ്റോൺ സംഭവങ്ങൾ അങ്ങനെ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ ഇത് അടിപൊളിയാണല്ലോ സംഭവം. വാവ് നൈസ്. ഈ പൂളിൽ ധാരാളം ആത്മീയേ നോക്കൂ ഗൈസ്. വാവ് ഇത് അടിപൊളിയേ. ആ ഒരു സ്ഥലം ആളുകൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയേ അത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കുട്ടപ്പനാക്കി അവർ വെച്ചിട്ടുണ്ട്. നൈസ്, അത് കൊള്ളാം. ഇവിടെ ഇനി വേറെയും കുറേ പൂളുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇവിടുത്തെ മെയിൻ എമറാൾഡ് പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടില്ലല്ലോ. ചൂടെവിടെ? ഹോട്ട് സ്പ്രിങ് എവിടെ? ഇല്ലല്ലേ, ഹോട്ട് സ്പ്രിങ് ഇല്ലല്ലേ. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലിറങ്ങാം. അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോഴത്തേക്കിനും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബിക്കിനി ഇട്ട് വരണമെങ്കിൽ ബിക്കിനി ഇട്ട് വരാം. പിന്നെ എന്ത് വസ്ത്രം വേണമെങ്കിലും ഇട്ട് ഇറങ്ങാം. അതിന് വേണ്ട യാതൊരുവിധ റെസ്ട്രിക്ഷൻസോ പരിപാടികളോ ഒന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന വെള്ളം കണ്ടോ, ഈ എമറാൾഡ് പൂളിലെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളമാണ് നമ്മൾ ഈ വരുന്ന വഴിക്ക് പല സ്ഥലത്തും നമ്മൾ കണ്ടില്ലേ. ഇതിങ്ങനെ പോയിട്ട് മറ്റ് പല പൂളുകളിലേക്ക് ഇതിങ്ങനെ പോകും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഈ വെള്ളം എങ്ങനെയാണ് എമറാൾഡ് പൂളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാം.
അത് ബേസിക്കലി ഇതാണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് എമറാൾഡ് പൂളിലേക്ക് വെള്ളം വരുന്നത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്, ടോയ്ലറ്റൊക്കെ ഉണ്ട്, ഫ്രീ ആണ്. പക്ഷേ അത്രയും ക്ലീൻ ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇത് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. നല്ല വഴുക്കലുണ്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സ്റ്റെപ്പേ വരെ വഴുക്കലുണ്ട് കേട്ടോ. ഉണ്ട്, നോക്കി പിടിച്ചിറങ്ങിയില്ലെങ്കിൽ ചെളി അടിച്ച് മറിഞ്ഞടിച്ച് വീഴും. ഇതിന് 1.2 to 1.8 മീറ്ററാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്. സെറ്റ്, നല്ല സുഖം. അങ്ങനെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിലാണ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ മേളിൽ കുറേ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്സിലെ വെള്ളവും ഗ്രൗണ്ട് വാട്ടറും കൂടെ ചേർന്ന് മിക്സ് ആയിട്ടാണ് ഈ ഒരു പൂൾ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു പൂൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ അംശം ഈ പൂളിൽ ധാരാളമായിട്ടുണ്ട്. അതായത് ഈ കെമിക്കൽ വെതറിങ് ഓഫ് ലൈംസ്റ്റോൺ ഇല്ലേ, നമ്മുടെ ചുണ്ണാമ്പ്, അതിൻ്റെ ഒരു കെമിക്കൽ വെതറിങ് കാരണമാണ് ഈ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹോട്ട് സ്പ്രിങ്ങിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോയി കുളിക്കുന്നതൊക്കെയാണ് പറയുന്നത്. സോ അതിനുവേണ്ടിയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ചൂട് വെള്ളമാണ്, ഹോട്ട് സ്പ്രിങ് പോലെ. പക്ഷേ ഇത് അങ്ങനെ ചൂട് വെള്ളമൊന്നുമല്ല. നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ എങ്ങനെയാണോ വെള്ളം അതേപോലെ, അത്രേ ഉള്ളൂ. ഇത് ബേസിക്കലി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് 2 കാലും ഫ്ലോട്ട് ചെയ്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വെള്ളം അകത്ത് പോയി, കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലായിരിക്കും. കാൽഷ്യം കാർബണേറ്റ് അല്ലേ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യൂറിയ ഒക്കെ ഉണ്ടാവും, മിക്സഡ് ആയിരിക്കും. എനിക്ക് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കാൻ അറിയാം, പക്ഷെ മുന്നോട്ട് പോകില്ല. അത്രയൊക്കെ പഠിച്ചുള്ളൂ. ഒരു പ്രത്യേക സ്വിമ്മിങ് ആണ്, മുന്നോട്ട് പോകില്ല. ഇങ്ങനെ കൈയും കാലും ഇട്ട് ഫ്ലോട്ട് ചെയ്ത് എത്ര നേരം വേണം കിടക്കും. ബ്രോ ക്യാമറ അങ്ങോട്ട് തിരിക്കരുത്, അവിടെ ലവ് മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക പൂളിൽ കിടന്നിട്ട് ആൾക്കാർ. ഞാൻ ക്യാമറ കൊണ്ട് മേളിൽ വെച്ചിട്ട് വരാം, എന്നാലേ എനിക്കിനി ശരിക്കും ഒന്ന് പൂൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റപ്പാണ്. അതായത് കാട്ടിനുള്ളിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് ആരറിഞ്ഞു? അത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ കാട്ടിനുള്ളിൽ, പക്ഷേ ഇതുപോലത്തെ സ്ഥലം ഇറ്റ്സ് നൈസ്. നോ, നമ്മുടെ ഈ പൂളിലേക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം ഒഴുകി ഈ പൂളിലേക്ക് വരുന്നത്. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിലൊക്കെ നിൽപ്പുണ്ട്. ചൈനക്കാരും മലേഷ്യക്കാരൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലാവും. അതായത് ലൈംസ്റ്റോൺ ഒരു മല പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. ഞാൻ കാണിച്ചു തരാം. ഇത് കാണണേ, ഇതിങ്ങനെ പൊടിഞ്ഞ് ഈ വെള്ളത്തിലോട്ടോട്ട് പോകുന്നത് കാണേ. കണ്ടോ? ഇത് കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനത്തെ പൊടിയാണ് ഇതുപോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി ഇതിങ്ങനെ മലയും കുന്നും സംഭവങ്ങളൊക്കെ ആയി മാറുന്നത്. ഇത് കണ്ടോ? എനിക്ക് ഇതായിരിക്കും കാൽഷ്യം കാർബണേറ്റ് അല്ലേ? ആണോ? അനുമാനിക്കാം. ഇതാണ് ബേസിക്കലി അല്ലേ? മനസ്സിലായോ? മണത്ത കിട്ടിയോ? കറക്റ്റ് കിട്ടുന്നുണ്ടോ? മണത്ത് കഴിഞ്ഞാൽ മണമൊന്നുമില്ല. അത് ശരി, ഇറ്റ്സ് ഗുഡ്. ഇതിന് ചെറിയ ചൂടുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്, അല്ലേ? വെയിലടിച്ചതിൻ്റെ ചൂടാ അല്ലേ? അത് ശരി. അത് ഹോട്ടാണോ? ആ ശരിയാ, ഇവിടെ ഹോട്ടാ. ഈ വെള്ളം ചൂടാന്ന് നോക്കി. ആണോ? അത് ശരി. എവിടെ? ശരിയാട്ടോ, ഒരു ചൂടുള്ള വെയിലല്ല ഗൈസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോട്ട് സ്പ്രിങ് വാട്ടർ വന്നിട്ട് അടിയുന്ന വെള്ളച്ചാട്ടമാണ്, അല്ല പോണ്ടാണ് ഇതെന്ന്. അതാണ് സംഭവം. അയ്യോ തല, നമ്മളെ ടവലെടുക്കാൻ മറന്നുപോയി ഗൈസ്. നമുക്കിനിയിപ്പോൾ തിരിച്ച് വണ്ടിയിൽ നടന്നെത്തുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ ഉണങ്ങി ഒരു പരുവാകുമായിരിക്കും അല്ലേ? കറക്റ്റ് ഇവിടെ മാത്രമാണ് ചൂടുള്ളത്, ആ വെള്ളത്തിന് മാത്രമാണ് ചൂടുള്ളത്, വേറെ ഒരു സ്ഥലത്തും ചൂടില്ല. അപ്പോൾ ബൈ എമറാൾഡ് പൂൾ. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാബി ടൗണിൽ നിന്ന് ഒരു 19 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് നമ്മൾ ഈ ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെ പോകുന്ന പോലെ തന്നെ ഒരു ഫുൾ ഡേ പാക്കേജ് ടൂറുകളുണ്ടാവും, പല സ്ഥലങ്ങളും കൊണ്ട് കാണിക്കുന്നത്. അങ്ങനെ പാക്കേജ് എടുത്ത് വരാം, ചീപ്പായിരിക്കും. ഇനി അതെല്ലാം സ്വന്തമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ബൈക്കിലോ കാറിലോ എങ്ങനെ വേണേലും റെൻറ്റിനൊക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ എമറാൾഡ് പൂൾ. എന്ത് ഭംഗിയാ വെള്ളത്തിൻ്റെ കളറെന്ന് നോക്കി, അടിപൊളി. ഇവിടെ നിന്ന് ഇനി മുന്നോട്ടൊരു 600 മീറ്റർ പോയി കഴിഞ്ഞാൽ ബ്ലൂ പൂൾ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ വേറൊരു പൂളുണ്ട്.
അവിടെ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിക്കും ലിറ്ററലി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പൂളാണ്. അത് 4-5 മീറ്റർ ആഴമുണ്ട് അതിന്. അത് ശരിക്കും എന്താ പറയുക, ഒരു നാച്ചുറലി ഒക്കറിങ് ഒരു ഹോട്ട് സ്പ്രിങ് വാട്ടർ ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് 30 to 50 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ആഴമുള്ളതുകൊണ്ട് സേഫ് അല്ലാത്തതുകൊണ്ടായിരിക്കും അത് സ്വിം ചെയ്യാൻ അനുവദിക്കാത്തത്. അത് പോയി കണ്ടിട്ട് വേണം ഫോട്ടോ എടുത്തിട്ട് വരാം. ഒരു 600 മീറ്റർ പോകണം, നടക്കണം, അത്രേ ഉള്ളൂ. സോ വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ ടവൽ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സ് ഉണക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഏതാ ഇവിടെ ഇതിലൂടെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ മേളിൽ വാഷ്റൂം ഉണ്ട്. അവിടെ പോയി നമുക്കൊന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ പിഴിഞ്ഞിട്ടിട്ട് പോകാം. ഇവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ ഞങ്ങളൊന്ന് കുളിച്ച് ടവലൊന്നും ഇല്ലാതെ വേറെ ഡ്രസ്സ് എടുത്ത് മാറിയിട്ട് ഒരു പ്രത്യേക കുളിയായിരുന്നു. അല്ല കുഴപ്പമില്ല. എന്നിട്ട് നല്ല ഇതല്ലേ, ചൂടല്ലേ, അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് 1 കിലോമീറ്റർ നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും വീണ്ടും എല്ലാം ഉണങ്ങിക്കോളും. അറ്റ്ലീസ്റ്റ് ഇവിടെ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നതൊക്കെ ഷവർ ഏരിയാസാണ്. വേണമെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ വേറെ സ്ഥലമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ടോയ്ലറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് 400 ബാത്ത് കൊടുത്തിട്ട് വന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് നമ്മൾ മറ്റേ ഷോർട്ടസ്റ്റ് റൂട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ വഴി കൂടെ ഇതിങ്ങനെ വണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ അവരുടെ എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾസും ബാക്കിയുള്ള വണ്ടികളും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വഴിയാണ്. ഇതിലൂടെ നമുക്ക് തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോകാം. വണ്ടിയൊക്കെ ചുട്ട് പൊള്ളി പഴുത്ത് കിടക്കുകയാണ് ഗൈസ്, പഴുത്ത്. ഇവിടെ മൺസൂണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഴ പെയ്യുന്നതൊക്കെ കണക്കാ. അമ്മേ, ഇനി അങ്ങോട്ടാ പോന്നേ? മസാജിന് പോയാലോ? അങ്ങനെ മലമുകളിൽ നിന്നും നമ്മൾ ഹോട്ട് സ്പ്രിങ് എല്ലാം കഴിഞ്ഞ് അവിടെ കുളിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ക്രാബിയിൽ ഏയോനാങ് ബീച്ചിൻ്റെ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിനിയിപ്പോൾ ബീച്ച് കുളിക്കാൻ പോകണം അല്ലേ? അല്ലേ? സോ എക്സൈറ്റഡ്. എന്തിന്? നിങ്ങൾ രാവിലെ തൊട്ട് എക്സൈറ്റ്മെന്റ് ഇച്ചിരി കൂടുതലാണല്ലോ. എന്നാ വെറുതെ പറച്ചിലിൽ മാത്രമാണ് എക്സൈറ്റ്മെന്റ്. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കും. അതിനുശേഷം മങ്കി ട്രെയിനിലൂടെ നടന്ന് മാത്രം പോകാൻ സാധിക്കുന്ന ഒരു ബീച്ചിലേക്ക് നമ്മൾ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഫിഷർമാൻ കഫേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ആൾക്കാരിരുന്ന് ഫുഡ് കഴിച്ച് ബിയറൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ അവിടെ ബീച്ചിൽ പോയി വെറുതെ കിടപ്പുണ്ട്, ചുമ്മാ കിടക്കുന്നുണ്ട്, ചുമ്മാ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ വി ക്യാൻ ഹാവ് ഫുഡ് ഫ്രം സംവെയർ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് കുടിക്കാനായിട്ട് കരിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബീച്ച് സൈഡിൽ മലപ്പുഴ ജ്യൂസാണ് പറയുന്നത്. നമ്മളിന്ന് ലൈം ജ്യൂസാണ് നമ്മൾ പറഞ്ഞിരുന്നപ്പോഴും. അപ്പോൾ അത് ഇന്ന് കരിക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ ബീച്ച് സൈഡിൽ നമ്മൾ കടലൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ ഏയോനാങ് ബീച്ചിൽ നമ്മൾ ട്രക്കിന് പോകുന്നതിന് മുമ്പായിട്ട് വി ആർ സിറ്റിംഗ് ആൻഡ് ഹാവിങ് കരിക്ക്. ഇത് മധുരവിളിയാണല്ലോ. ഊണില്ലല്ലോ. അങ്ങനെ ബീച്ച് സൈഡിൽ നമ്മുടെ ഇത് തായ് ഗ്രീൻ കറി, ഇന്ന് ഞങ്ങൾ തായ് ഗ്രീൻ കറിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് തോമിയം സൂപ്പ്, അത് സീ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് പ്രോൺസും സ്ക്വിഡും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് ബൗളിനകത്തിട്ട് കഴിക്കുക. പിന്നെ ചോറ്, അത് ഇച്ചിരി ചോറ് കറി, തായ് ഗ്രീൻ കറി. ഒത്തിരി സ്പൈസി ആയിട്ട് തോന്നുന്നില്ല. ഒത്തിരി സ്പൈസി, മീഡിയം സ്പൈസി ആക്കാനാണ് പറഞ്ഞത്. കാര്യമായിട്ട് സ്പൈസി വേണ്ട എന്ന് പറഞ്ഞായിരുന്നു പുള്ളിയോട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ അത്രയും ഫുഡ് കഴിച്ചത് നമുക്കെല്ലാം കൂടെ ഒരു 500 ബാത്താണ്. 500 ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ഗോണ ബി എത്രയാ, ഒരു 1250 രൂപ ആ റേഞ്ചിൽ. സോ നമ്മളിപ്പോൾ മങ്കി ട്രെയിനിലേക്ക് നടന്ന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. മങ്കി ട്രെയിൽ. അപ്പോൾ ഈ വഴി കൂടെ ഈ കാണുന്ന ബീച്ച് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറുകൾക്ക് മുമ്പിലൂടെ നടന്നു പോകണം. ഇവിടെയൊക്കെ ഇതുപോലെ കുറേ ഫോട്ടോസ് എടുക്കാനും പിടിക്കാനൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ ബീച്ച് ക്ലബ്ബ് ക്രാബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ബീച്ച് ക്ലബ്ബുകളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. എല്ലാവരും ബീച്ചിലാണ്, കണ്ടില്ലേ. വെയിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ഗൈസ്. റൈറ്റ് ഓൺ ദ ബീച്ച്. നമുക്ക് കണ്ട് ഇവിടെ മസാജ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കണ്ടല്ലേ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും ബീച്ചിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡേ വന്നപ്പോൾ ചെയ്തായിരുന്നു, പക്ഷേ ഇവിടെ അല്ല ചെയ്തത്, വേറൊരു സ്ഥലത്താണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകാം. പിന്നെ നമ്മളിപ്പോൾ മങ്കി ട്രെയിനിൻ്റെ ആ ഭാഗത്തേക്ക് നടന്ന് പോകാനായിട്ട് പോവുകയാണ്. മങ്കി ട്രെയിനിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കിനും മങ്കീസിനെ കണ്ടു തുടങ്ങി. നിങ്ങളുടെ ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ടാവും. അതായത് ഈ കാണുന്ന മല കണ്ടോ, ഈ കാണുന്ന മലയുടെ മേളിൽ കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങണം. ഇതിനപ്പുറത്തുള്ളൊരു ബീച്ചിലേക്ക് പോകാനായിട്ട്.
അപ്പോൾ അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ മങ്കീസ് എവിടെ മൊത്തം, അതാണ് മങ്കി ട്രെയിൽ എന്ന് പറയുന്നത്. ഇതേ ഒരുത്തൻ അവൻ്റെ നെഞ്ചത്ത് കയറ്റി കുരങ്ങനെ ഇരുത്തി ഫോട്ടോ എടുക്കുന്നു. ഇത് ഭ്രാന്താട്ടാ, എനിക്കറിയില്ല. ഇത് പടം എടാ, അത് മാന്തിയാ നീ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുവാണോ? ദാറ്റ്സ് ടു ഡേഞ്ചറസ് ആക്ച്വലി, നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. എടാ അത് ഡേഞ്ചറാടാ, ഇത് മണ്ടനാടാ. പക്ഷെ എൻ്റെ അമ്മേ ബാ, നമുക്ക് നീങ്ങാം. ഇവിടെ മൊത്തം കുരങ്ങന്മാരാട്ടാ. ഇത് ഭയങ്കര കേട്ടോ. അത് പ്രശ്നം എന്താണെന്നറിയോ? ഏയ് എൻ്റെ അടുത്തൊന്നും വന്നേക്കല്ലേ. ഇതെന്തുവാണ് ഇത്? കുഞ്ഞ് ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് അവന്മാരുടെ സ്ഥലത്ത് ഇത് തീരെ പൊടിയാടാ. ഇതൊക്കെ നോക്കണ ഇരിക്കുന്നതുണ്ടോ? എന്തെങ്കിലും വടിയുണ്ട്, പേടിക്കണ്ട. എൻ്റെ സെൽഫി സ്റ്റിക്ക് വെച്ച് ഇതിനെ അടിക്കാം വേണമെങ്കിൽ വരികയാണെങ്കിൽ. പൊക്കോണം കേട്ടല്ലോ, മാന്തരുത്. പേടിയാണ്, എനിക്കും പേടി, അമ്മമാർക്കും പേടി, എല്ലാവർക്കും പേടി. എൻ്റെ അമ്മേ, ഇതെന്താ സംഭവം എന്നറിയോ? ഈ കുരങ്ങൻ വന്ന് മാന്തിയോ മന്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റാബീസിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കത്തില്ലേ, പട്ടി കടിച്ചാൽ, അതേപോലെ തന്നെ പോയിട്ട് ഇഞ്ചക്ഷനും പരിപാടികളൊക്കെ എടുക്കേണ്ടി വരും. ഇതിനാണ് വെറുതെ അതിൻ്റെ പരിപാടിക്ക് പോകുന്നത്, റിസ്ക് അല്ലേ? സോ ഇതാണ് നമ്മുടെ മങ്കി ട്രെയിൽ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു വഴി, അതായത് മലയുടെ സൈഡിലൂടെ ഒരു വഴിയിലൂടെ നടന്ന് വേണം നമ്മൾ അപ്പുറത്തെ ബീച്ചിൽ പോകാനായിട്ട്. ഇതിവിടുത്തെ ഒരു ഫേമസ് ട്രക്കിംഗ് സ്പോട്ടാണ് ഈ കാണുന്നത്. എടാ ഒന്ന് മാറിയിരിക്കോടാ മക്കളെ, ഞാൻ ചേട്ടനെന്താ പൊയ്ക്കോട്ടെ? പൊയ്ക്കോട്ടെ പ്ലീസ്. പ്രശ്നമില്ലല്ലോ, അമ്മമാർ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മമാരുടെ അടുത്ത് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. അടിപൊളിയല്ലേ സംഭവം? ഇതൊരു ചെറിയൊരു മൈൽഡ് ട്രക്കാണ്, അത്ര വലിയ ഹാർഡ് ട്രക്കെന്നൊന്നും പറയാനില്ല. ഒരു മൈൽഡ് ട്രക്കാണ്. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ആ മലയുടെ മേളിലോട്ട് നടന്നു പോകാനായിട്ട് തടി കൊണ്ടുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി ഈ മല കയറി അപ്പുറത്തിറങ്ങണം, അതാണ് പരിപാടി. നമ്മളെ ഭക്ഷണം കഴിച്ചൊക്കെ ദഹിപ്പിക്കണ്ടേ, അപ്പോൾ ഇച്ചിരി മലയും കുന്നൊക്കെ കയറി ഇറങ്ങണം. കാലറി അയ്യോ, ഷൂസ് ഇട്ട് പോകണമെന്നുണ്ടായിരുന്നു ട്രക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ബീച്ചിൽ ഇറങ്ങണ്ടേ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് ഭയങ്കര കയറ്റമാണല്ലോ ബ്രോ, ഇന്ന് ഫുള്ള് നടത്തവും കയറ്റമാണല്ലോ. അമ്മേ, എന്നാ പറ്റി? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കും പ്രശ്നമൊന്നുമില്ല. എന്നാ ആർക്കാ പ്രശ്നം? നിങ്ങൾക്കാണോ പ്രശ്നം? ചെറിയ കയറ്റം, കുഞ്ഞു കയറ്റം. കേസ് നോക്കൂ ബ്രോ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടുമോ? നല്ല ഹൈറ്റ് അല്ലേ? സമുദ്രം നിരപ്പ് ബ്രോ, സമുദ്ര നിരപ്പിൽ ഒരു 10 അടി ഉയരത്തിൽ കയറിയാലാണോ ഓക്സിജന്റെ പ്രശ്നം വരിക? ഇങ്ങനെ വന്നേ, തിരിഞ്ഞു പോയിക്കേ എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ഏയോനാങ് ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ ബ്രോ. ഇത് കിടിലനാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ആ മലയുടെ മേലോട്ട് കയറുന്തോറും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ സാധിക്കും. നമ്മളെ ജീവിതത്തിലെ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്നല്ലേ പറയുന്നത്, അതേപോലെ നമുക്കിപ്പോൾ ഇറങ്ങേണ്ടി വരും. തിരിച്ച് ഇവിടെ നമുക്ക് നല്ല ഭംഗിയാട്ടോ. ആ കടലിങ്ങനെ തിരയടിക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇറ്റ്സ് നൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ മറ്റേ മഴയത്ത് ബോട്ടിൽ പോയില്ലേ, ലോങ് ടൈൽ ബോട്ടിൽ, അത് ഈ റൂട്ടാണ് മോനെ. ഇത് പൊളി കേട്ടാ, ഇത് കിഡില്ലേ എൻ്റെ ദൈവമേ. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോണം, ഈ കാണുന്ന വഴി ഇറങ്ങിപ്പോണം. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് എത്തും. നമ്മുടെ ഗോകർണയില്ലേ, ഗോകർണത്തുണ്ട് ഇതുപോലെയുള്ള സ്ഥലം. നമുക്ക് ആ ഓം ബീച്ച് എന്നൊക്കെ പറയുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് ഉള്ളിലേക്കൊക്കെ മല കയറി ഇറങ്ങി പോയാൽ മാത്രം കിട്ടുന്ന കുറച്ച് ബീച്ചുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ പോകാൻ. ഞാൻ ആദ്യം വീഴട്ടെന്നാണോ? എൻ്റെ ദൈവമേ, എന്തിനാ താഴെ പോയി കിടക്കും. നമ്മളിനിയിപ്പം കുത്തനെയുള്ള ആ ഒരു മല ഇറങ്ങുകയാണ്. അതായത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് റോഡ് ആക്സസ് ഇല്ല, നമുക്കിങ്ങനെ ഈ കാണുന്ന വഴിക്കുള്ള മാത്രമേ പോകാൻ പറ്റുള്ളൂ. നോക്കൂ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, 24 hours രാത്രിയാണെങ്കിലും വരാം. ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യുമായിരിക്കും, അറിയത്തില്ല. പിന്നെ ബോട്ടിൽ വരാൻ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെ ആരും ബോട്ടിൽ അങ്ങനെ വരാറില്ല. നമുക്ക് ബോട്ടിന് വരണേ വരാം. എഴുതിയിട്ടുണ്ട് മങ്കി ട്രെയിൽ, യു ആർ നൗ എൻ്ററിങ് ബ്ലാ 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 ബ്ലാ. ഇതിലൂടെ പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉത്തരവാദികളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് സ്റ്റാൻഡപ്പ് പാഡിൽ, സിംഗിൾ കയാക്ക്, ഡബിൾ കയാക്ക്, ട്രിപ്പിൾ കയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കയാക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ബീച്ചിലും വലിയ തിരക്കൊന്നുമില്ല. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയുള്ള ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. അതായത് ഈ കാണുന്നത് ഇത്രേ ഉള്ളൂ. അതായത് അവിടെ മുതൽ ഇവിടെ വരെ അത്രേ ഉള്ളൂ. ഈ കാണുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ബീച്ചിൽ
എൻജോയ് ചെയ്യാം. ഈ കാണുന്ന മല കണ്ടില്ലേ, ഈ കാണുന്ന മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞ് ചെറിയ ഒരു ബീച്ച്, അതാണ് ഈ കാണുന്ന ബീച്ച്. ഇത് ചുറ്റും മലയാണ്, അതായത് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മലയാണ്. അവിടെ ഒരു റിസോർട്ടുണ്ട്, പക്ഷേ അത് ഫങ്ഷണൽ ആണോന്ന് എനിക്കറിയത്തില്ല, അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എന്തോ പണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഫുള്ള് ചുറ്റിനും മലകളായിട്ടുള്ള ആ ഒരു ബീച്ച്. ഇതൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും. അതായത് ലൈഫ് ഗാർഡുമാരോ അങ്ങനത്തെ ആൾക്കാരോ ആരും ഉണ്ടാവില്ല കേട്ടോ. ഈ വഴി പോണോ? ആൾക്കാർ നടന്നു പോകുന്നതുണ്ടോ? അവർ നമ്മൾ വന്ന വഴി മേളിൽ കൂടെ അല്ലേ, ഇവർ താഴെ കൂടെ നടന്നു പോകുന്നതുണ്ടോ? അപ്പുറത്തൂടെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകണം. പോയാലോ? ഇത് വലിയ ഗുണമില്ലാത്ത ബീച്ചാണ്. അങ്ങനെ വെച്ചാൽ അങ്ങനല്ല, ക്രൗഡില്ല. ക്രൗഡ് ഉണ്ടല്ലോ ബീച്ച് നമുക്ക് എപ്പോഴും ഒരു ഫണ്ണുള്ളൂ. ആകെ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ അവിടെ. കുറച്ച് നേരം ബീച്ചിൽ കിടന്ന് അതിലൊരു ഫണ്ണില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ ഈ മലയുടെ മേളിൽ കൂടെ കയറി ഇങ്ങോട്ട് വന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ മലയുടെ താഴെ കടലിൻ്റെ സൈഡിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വാന്നേ ഇവിടെ കുറേ ലോക്കൽസും പിന്നെ കുറച്ച് ഫോറിനേഴ്സും നടന്നു പോകുന്നതാണ്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോഴത്തേക്കിനും പോകാൻ പറ്റും എന്നാണ് പുള്ളി പറയുന്നത്. സോ ലെറ്റ്സ് ഗിവ് എ ട്രൈ. ഇത് അവരവിടെ ഇതാരും അനുകരിക്കരുത്. ഞങ്ങൾ വീഴാതെ അവിടെ എത്തിയാൽ സേഫായിട്ട് എത്തിയെന്ന് പറയാം. അയ്യോ പാറയുണ്ട് ഗൈസ്, പാറ ഓരോരോ പ്രാന്ത്. അവിടെ നോക്കി നടന്നു. ഇവിടെ താഴെ എന്തുവാ നമുക്ക് കാണത്തില്ല. അവർ പോകുന്നുണ്ട്, അവരുടെ കൂടെ അങ്ങ് പോകാം. ഇവിടെ ആക്ച്വലി തിര വരുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ മുട്ടറ്റം വരെ പോലും വെള്ളം ഇല്ല. അയ്യോ കാല് ശരിക്കും വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വോക്ക് വേ ഒക്കെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ചെരുപ്പ് പോയി അപ്പോൾ ഒരാൾ ചാടി ഓടി കളിക്കുന്നത് ചെരുപ്പ് പോയെന്ന് പറഞ്ഞുകൊണ്ട്. ആ പോയാൽ പോട്ടെ, സാരമില്ല, വീഴണ്ട, ചെരുപ്പല്ലേ പോട്ടെ, പോയെടുത്തോട്ടോ. ഈ സ്ലിപ്പേഴ്സ് ആണെങ്കിൽ ഉള്ള പ്രശ്നം ചെയ്താ, കാല് കെട്ടുള്ള ചെരുപ്പാണെങ്കിൽ ഓക്കെയാ. നമ്മുടെ മോഹൻലാൽ പറയുന്നത് കാലിക്കെട്ടെന്ന് പറയാം. കയ്യിലെ ബാഗും പൊക്കി പിടിച്ച് വെള്ളത്തിലൂടെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി ആഴമായി ഗൈസ്. നോക്കിയിട്ട് ഈ ഭാഗത്ത് തോണിച്ചായൻ്റെ ചെരുപ്പ് കളഞ്ഞു. ഒരു ചെരുപ്പും കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട്. പിന്നെ അത് കടലിൽ കളയാം, ഓൾറെഡി പോയതാണ്. പക്ഷേ ഇനി മറ്റേ ചെരുപ്പ് കടലിൽ കളയാൻ പറ്റില്ലല്ലോ. വേഗം വാ ഓടി വാ. ദൈവമേ ഇത് പണിയായി കേട്ടോ. ഇവിടെ ആഴമുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പുറത്തൊരു ഫാമിലി വെള്ളക്കാരാണ്. ഒരു കൊച്ചിനെ കൂടെ കൈ പിടിച്ചോണ്ട് അവർ എനിക്കൊന്നൊരു 6-7 വയസ്സുള്ളൊരു കൊച്ചും അവരുടെ കൂടെ ഉണ്ട്. അതാണ് ഞാനും ധൈര്യപൂർവ്വം ഇറങ്ങിയത്. എന്തോന്ന് എൻ്റെ ഐഡിയ എന്തിനാ? ചെരുപ്പ് ഞാൻ ഒരു കൈ പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പം ഒരു തിരമാല വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു. അയ്യോ എൻ്റെ ബാഗ് നനഞ്ഞു കേസ്. അയ്യോ എൻ്റെ ബാഗിൻ്റെ അടി വെള്ളം പോയി കേസ്. മര്യാദയ്ക്ക് മങ്കി പിടിച്ച് മേളിൽ കൂടെ കയറി വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫണ്ടില്ലല്ലോ. ആ മല കണ്ടോ, ഈ മലയുടെ മേളിൽ കൂടെ ആ കാട്ടിൽ കൂടെയാണ് നമ്മൾ തിരിച്ച് കയറി ഇറങ്ങിപ്പോയത്. അല്ല ആ വഴി കയറി ഇറങ്ങി വന്നായിരുന്നില്ലേ കാലം മുറിഞ്ഞോ? കുഴപ്പമില്ല, ഉപ്പുള്ളതല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ഗായ്സ്, സേഫായിട്ട് എത്തി ഗായ്സ്. നോക്കോ, അങ്ങോട്ട് പോയ പോലെ തിരിച്ചു വന്നായിരുന്നു ഇതിൽ എളുപ്പം വരായിരുന്നു. ഇതിപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ സമയം എടുത്തു അല്ലേ? കുറച്ച് സമയം കൂടുതലെടുത്തു. നിങ്ങൾ ചെരുപ്പം കളഞ്ഞില്ലേ? അവിടെ നടന്നൊക്കെ വെള്ളം ഒഴുകി. ചെരുപ്പ് കളഞ്ഞതല്ല, പിന്നെ ചെരുപ്പ് പോയതാ. അവിടെ നടന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ മങ്കി ബീച്ച് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രാബി ഇനി ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ക്രാബിയിൽ. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും കാണാം. ഞാൻ നാളെ ബാങ്കോക്കിലേക്ക് പോകും, ടോണിച്ചായ നാളെ സിംഗപ്പൂരിലേക്ക് പോകും. ബാങ്കോക്കിൽ എന്നെ കാണാൻ എൻ്റെ ആത്മസുഹൃത്ത് വരുന്നതായിരിക്കും. ഈ ആ ആളെ പറഞ്ഞു വിടണം 2 ദിവസം കഴിഞ്ഞിട്ട്. എന്നിട്ട് വേണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇനി അങ്ങോട്ടാണ് പോകണമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, അത് പിന്നെ തീരുമാനിക്കാം. ഇല്ല, ഇനി ആരോടും പറയത്തില്ല ഞാൻ എവിടെ പോകുന്നത്. ഞാൻ ആരോടും പറയില്ല. കൂലി ഇല്ലാത്ത മനുഷ്യരാണ്, എന്നെ പോലല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. See you guys tomorrow with another video. അതുവരേക്കും Sujit Bhaktan and Tony Chan Singapore signing off from Krabi Ayonang Beach. Bye guys.